blessing today. This program is sponsored by വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് ചേർന്ന് ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, പത്തനാപുരത്തു നിന്നുള്ള വെൽവിഷർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തനിക്ക് ആസ്മ രോഗത്തിൽ നിന്നും പൈൽസിൽ നിന്നും പരിപൂർണമായ സൗഖ്യം അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തൻ്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ കടബാധ്യതകളിൽ നിന്നും തന്നെ പൂർണ്ണമായും സ്വതന്ത്രമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നല്ല ഒരു ആരോഗ്യമുള്ള കുഞ്ഞിന് ജന്മം കൊടുക്കാനും അത് കർത്താവ് ഒരു നല്ല നോർമൽ ഡെലിവറി ആകുവാനുമായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. മരുമകന് നല്ല ഒരു ജോലി, ഇപ്പോഴത്തേതിനേക്കാൾ വളരെ നല്ല ഒരു ജോലി അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തനിക്കും നല്ലൊരു ജോലി നൽകിയും അൾസർ തന്നിൽ നിന്ന് പരിപൂർണമായും സൗഖ്യമാകേണ്ടതിനും ഈ സമയത്ത് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ബാംഗ്ലൂരിൽ നിന്നുള്ള രാജേഷിനും അശ്വതിക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവർക്ക് എത്രയും വേഗം കുഞ്ഞുങ്ങളെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അശ്വതിക്കും തൻ്റെ സിസ്റ്റർ ലോയ്ക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ സിസ്റ്റർ ലോ ബിന്ദുവിന് വേണ്ടി ഇവർക്ക് രണ്ടുപേർക്കും കർത്താവെ നല്ല ജോലി നൽകി അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. എന്ന് മാത്രമല്ല, ഹൗസിംഗ് ലോൺ സമയത്ത് തന്നെ തിരിച്ചടക്കുവാൻ കർത്താവ് ഇവരെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഓരോ വിഷയങ്ങളും ആഗ്രഹങ്ങളും കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു സ്പോൺസേഴ്സ് ഫോർ സ്പോൺസറിങ് ടുഡേയ്സ് എപ്പിസോഡ്. ബ്രദറെ, ഈ സഹോദരിയുടെ പേര് റിയ എന്നാണ്. ഈ സഹോദരി ഫാർമസിസ്റ്റാണ്. വിദേശത്തേക്ക് പോകാനായിട്ട് IELTS എക്സാമിനേഷൻ പാസ്സാകണമായിരുന്നു. അപ്പോൾ അത് എക്സാമിനേഷൻ എഴുതാനായിട്ട് ഒട്ടും കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. കാരണം സഹോദരി പറഞ്ഞു വെച്ചാൽ ഞാൻ മലയാളം മീഡിയം സ്കൂളിലൊക്കെയാണ് പഠിച്ചത്. അപ്പോൾ എനിക്ക് പ്രൊനൗൺസിയേഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടത്തില്ല. അപ്പോൾ എനിക്കത് എഴുതാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറഞ്ഞു. ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എന്നാൽ മെയ് 11-ാം തീയതി ഈ സഹോദരി ഇവർ ഒരുമിച്ച് ഇവിടെ വന്നു. ദേവദാസിൻ്റെ കീഴിൽ ഇവർ പ്രാർത്ഥിച്ചു. സഹോദരി പറഞ്ഞ അന്ന് ഞാൻ എഴുതാനുള്ള പെൻസിലും എല്ലാം ആയിട്ടാണ് വന്നത്. ഇതെല്ലാം ദേവദാസിൻ്റെ കയ്യിൽ കൊടുത്തു. യേശുവിനോട് പ്രാർത്ഥിച്ചു. യേശു അന്ന് ആ പ്രാർത്ഥന കേട്ടു. ഈ സഹോദരി ഒട്ടും കോൺഫിഡൻസ് ഇല്ലാതെയാണ് ആ എക്സാമിനേഷൻ എഴുതിയതെങ്കിലും അന്ന് സഹോദരി വെച്ചാൽ അന്ന് പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തി ഏറ്റവും നന്നായി എക്സാമിനേഷൻ എഴുതുവാൻ സഹായിച്ചു. പക്ഷെ ഉള്ളിൽ ബലം ഉണ്ടായിരുന്നില്ല. എന്നാൽ 30-ാം തീയതി റിസൾട്ട് വന്നപ്പോൾ സാധാരണ 6.5 മാർക്ക് മതി. സഹോദരി പറഞ്ഞു എനിക്ക് 7 മാർക്കോടുകൂടി എനിക്ക് IELTS എക്സാമിനേഷൻ പാസ്സായി. ഹല്ലേലൂയ. അതിലുപരിയായിട്ട് ഈ കുഞ്ഞിന് 1 വയസ്സുള്ളത് വരെ, ഇപ്പോൾ 2 വയസ്സുണ്ട്, 1 വയസ്സാകുന്നത് വരെ കുഞ്ഞിന് വലത്തെ ചെവിക്ക് ഒരു ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അതൊരു ഫംഗൽ ഡിസീസ് എന്നാണ് ഡോക്ടർ പറഞ്ഞത്. 6 മാസം കുഞ്ഞിന് 6 മാസം പ്രായമുള്ളപ്പോൾ മുതലായിരുന്നു ആ രോഗം വന്നിരുന്നത്. പല ഡോക്ടേഴ്സിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു വെച്ചാൽ ഈ രോഗം പെട്ടെന്ന് അങ്ങനെ മാറുന്നതല്ല, ഇടയ്ക്കിടയ്ക്ക് വന്നൊന്ന് ഇയർ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. കുഞ്ഞിന് അസഹ്യമായ വേദനയായിരുന്നു. കുഞ്ഞ് വേദനയെന്നുള്ളത് നമുക്ക് മനസ്സിലാവത്തില്ല. കുഞ്ഞ് എപ്പോഴും കരച്ചിലാണ്. ഈ ചെവിട്ടിൽ ഒന്ന് പിടിച്ച് നോക്കുമ്പോഴാണ് ചെവിട്ടിൻ്റെ വേദന ആണെന്ന് മനസ്സിലായത്. ഇവിടെ വന്നു ദേവദാസിൻ്റെ കീഴിൽ പ്രാർത്ഥിച്ചു. ഡാമിയൻ ബ്രദർ പ്രാർത്ഥിച്ചു. 1 വർഷം മുമ്പാണ് പ്രാർത്ഥിച്ചത്. അന്ന് യേശു പ്രാർത്ഥന കേട്ടു. അന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഈ സഹോദരി പറഞ്ഞത്, അതിനുശേഷം എൻ്റെ കുഞ്ഞ് ചെവി വേദന എന്നും പറഞ്ഞ് കരഞ്ഞിട്ടില്ല. അതിനുശേഷം ചെവിയുടെ ഫംഗൽ ഡിസീസ് ഉണ്ടായിട്ടില്ല.
പൂർണ്ണമായിട്ടും യേശു കർത്താവ് എൻ്റെ കുഞ്ഞിനെ സൗഖ്യമാക്കി എന്ന് പറയുന്നു. ആമേൻ. രണ്ട് സാക്ഷികളാണ് ഇവർക്കുള്ളത്. കരങ്ങളെ ചേർത്തടിച്ച് യേശുവിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ. കർത്താവ്, ഈ കുടുംബത്തെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന്, ഞങ്ങൾ ബ്ലെസ്സിങ് സെൻറ്റർ ഒരുമിച്ച് ചേർന്ന് ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവെ, ഈ കുടുംബത്തിൻ്റെ എല്ലാവിധമായ ആവശ്യങ്ങളെയും അങ്ങ് അത്ഭുതങ്ങൾ ചെയ്തതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഇനിയും വലിയ അത്ഭുതങ്ങളെ ഇവരുടെ മുമ്പിൽ അങ്ങ് വെച്ചിരിക്കാൻ ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സ്തുതിഗീതം പാടുക നാം, ഉയർത്തുക ജയനാമം. സ്തുതിഗീതം പാടുക നാം, ഉയർത്തുക ജയനാമം. സേനകളിൻ നായകൻ സർവശക്തൻ യഹോവയവൻ. സേനകളിൻ നായകൻ സർവശക്തൻ യഹോവയവൻ. അവൻ മുൻപിലും അവൻ പിൻപിലും, അവൻ മുൻപിലും അവൻ പിൻപിലും നമ്മെ ജയത്തോടെ നടത്തിയിടുമേ, നമ്മെ ജയത്തോടെ നടത്തിയിടുമേ. സ്തുതിഗീതം പാടുക നാം, ഉയർത്തുക ജയനാമം. സ്തുതിഗീതം പാടുക നാം, ഉയർത്തുക ജയനാമം. രാജാധിരാജനവൻ സർവശക്തൻ യഹോവയവൻ. രാജാധിരാജനവൻ സർവശക്തൻ യഹോവയവൻ. സ്തുതി സ്തോത്രവും എല്ലാ പുകഴ്ചയും, സ്തുതി സ്തോത്രവും എല്ലാ പുകഴ്ചയും അവനെന്നും ആമേൻ, അവനെന്നും ആമേൻ. Look at me, look at me, look at me. ദയവായി എന്നെ ശ്രദ്ധിക്കാമോ? If this is our plan for our life, നമ്മുടെ ജീവിതത്തിന്റെ പദ്ധതി ഇതാണെങ്കിൽ, if this is the agenda we have made for our life, നമ്മുടെ ജീവിതത്തിന് വേണ്ടി നാം തയ്യാറാക്കി വെച്ചിട്ടുള്ള കാര്യക്രമം ഇതാണെങ്കിൽ, before the Lord, ദൈവം മുൻപാകെ when we understand His will for us, അവന്റെ ഇഷ്ടം, അവന്റെ ഇഷ്ടം, നമ്മോടുള്ള അവന്റെ ഇഷ്ടത്തെ നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ, we should be ready to tear this off. നമ്മുടെ കാര്യക്രമങ്ങൾ വലിച്ചു കീറാനുള്ള മനക്കരുത് നമുക്കുണ്ടാകണം. Lord, I need only your agenda in my life. I am throwing away my agenda, my plan for my life, because your plan is always better and higher and greater than my plan. എന്നിട്ട് കർത്താവിനോട് പറയണം, കർത്താവേ, എന്റെ പദ്ധതി മുഴുവൻ ഞാനിതാ വലിച്ചു കീറി ദൂരേക്ക് എറിഞ്ഞു കളയുകയാണ്. ഇനി എന്റെ പദ്ധതിയല്ല, അങ്ങയുടെ പദ്ധതി, അങ്ങയുടെ ഹിതം, അങ്ങയുടെ ഇഷ്ടം എന്റെ ജീവിതത്തിൽ നിവർത്തിയാകുവാൻ ഞാൻ സമ്മതിക്കുന്നെന്ന് പറയാൻ സാധിക്കണം. Hallelujah. Hallelujah. Then the Lord will say, yeah, now he loves me, now she loves me. ഇപ്പോൾ ദൈവം പറയാതെ, ഇപ്പോൾ എന്റെ മോൻ, എന്റെ മോൾ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു. Now I understand that he loves me. ഓ, ഇപ്പോൾ ഞാൻ ഒന്ന് തിരിച്ചറിയുന്നു, ഇവനും ഇവൾ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു. Today the Holy Spirit is moving in your heart, I know. ഇപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളിലൂടെ ചലിക്കുന്നത് എനിക്കറിയാൻ സാധിക്കുന്നുണ്ട്. Jesus said, when the Holy Spirit shall come, he will lead you through all truth. യേശു കർത്താവ് പറഞ്ഞു, പരിശുദ്ധാത്മാവ് വരുമ്പോൾ, വരുമ്പോൾ, കാര്യസ്ഥൻ വരുമ്പോൾ, Yes. അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. The Holy Spirit is the leader. പരിശുദ്ധാത്മാവായിരിക്കും പിന്നെ നിങ്ങളുടെ നേതാവ്. The Holy Spirit is your guide. പരിശുദ്ധാത്മാവായിരിക്കും നിങ്ങളുടെ വഴികാട്ടി. And the guide is going through the right way. ഒരു വഴികാട്ടി ഒരു ശരിയായ വഴിയിലൂടെ പോവുകയാണെങ്കിൽ, But you are going through a pocket road. നിങ്ങളിപ്പോൾ ആ വഴിയിലൂടെ പോകാതെ നിങ്ങൾ ഒരു കുറുക്ക് വഴിയിലൂടെയാണ് പോകുന്നതെന്ന് കരുതുക. The guide is going
some other way and you are going in some other way. നിങ്ങൾ ഒരു യാത്ര പുറപ്പെടുമ്പോൾ നിങ്ങളുടെ വഴികാട്ടി ഗൈഡ് ഒരു വഴിക്ക് പോകുന്നു, നിങ്ങൾ ആ വഴിക്ക് പോകാതെ വേറൊരു വഴിക്ക് പോകുകയാണെന്ന് കരുതുക. The Bible says you will end up in eternal destruction. ഓ ബൈബിൾ പറയുന്നു നിങ്ങൾ അവസാനിക്കാൻ പോകുന്നത് നിത്യമായൊരു നാശത്തിലേക്കായിരിക്കും. Hallelujah. ഹല്ലേലൂയ. This life is a journey. ഓർക്കുക, നമ്മുടെ ജീവിതം അത് ഒരു യാത്രയാണ്. And Jesus has given us the best guide to lead us through this journey. ഓർക്കുക, യേശു കർത്താവ് ഈ യാത്രയിൽ നമ്മെ സഹായിക്കാനുള്ള ഏറ്റവും നല്ലൊരു ഗൈഡിനെയാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. Hallelujah. Hallelujah. How many of you will place your right hand on your chest, on your heart, എത്ര പേർ നിങ്ങളുടെ വലത്തെ കൈ നിങ്ങളുടെ നെഞ്ചിന്റെ ഈ ഭാഗത്തേക്ക് എടുത്തു വെക്കും, and lift up the left hand എന്നിട്ട് ഇടത്തെ കൈ ഒന്ന് സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി and പിടിക്കുക. tell him, Lord, I tune my heart to your heart. എന്നിട്ട് പറയുക, ദൈവമേ എൻ്റെ ഹൃദയത്തെ അങ്ങയുടെ ഹൃദയത്തോട് ഞാനിപ്പോൾ ചേർത്ത് വെക്കുന്നു. Hallelujah. ഹല്ലേലൂയ. I just want to obey your command. ഞാൻ അങ്ങയുടെ കൽപ്പനയെ അനുസരിക്കാൻ ആഗ്രഹിക്കുന്നു. I want to live in your perfect will. അങ്ങയുടെ പൂർണ്ണ പരിപൂർണ്ണ ഹിതത്തിനനുസരിച്ച് ഞാൻ ജീവിക്കുമെന്ന് തീരുമാനിക്കുന്നു. Come on, pray that prayer everywhere. എല്ലാവരും കണ്ണുകൾ അടച്ച് യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് ഇപ്പോൾ പ്രാർത്ഥിക്കാനായി തുടങ്ങിയാൽ, You can also take that decision right now. This is a great day because you are tuning your heart, you are aligning your heart to the heart of the Father. ഇപ്പോൾ നിങ്ങളുടെ വലത്തെ കൈ നിങ്ങളുടെ നെഞ്ചിലേക്ക്, നിങ്ങളുടെ ഇടത്തെ കൈ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി പിടിച്ചാലും, എന്നിട്ട് ഇങ്ങനെ പറയുക, യേശുവേ എൻ്റെ ഹൃദയത്തെ അങ്ങയുടെ ഹൃദയത്തോട് ഞാൻ ചേർത്ത് വെക്കുന്നു, അങ്ങയുടെ കൽപ്പനയെ അനുസരിക്കാൻ ഞാൻ തയ്യാറാണ്. വായ തുറന്ന് എല്ലായിടത്തും പ്രാർത്ഥിക്കാനായി തുടങ്ങിയാൽ, Come on, lift your voices, lift your voices. ശബ്ദമുയരട്ടെ, എല്ലായിടത്തും ശബ്ദമുയരട്ടെ. ഉറക്കെ യേശുവേ വിളിക്കാവുന്നിടത്തോളം വലിയ ശബ്ദത്തിൽ ഒന്ന് വിളിച്ചേ. Yes. Whenever we come back to the Father, whenever we come back to the Father's house, there is a great rejoicing going on among the angels in heaven. ഓർക്കുക, എപ്പോൾ നാം ദൈവിക ഭവനത്തിലേക്ക് മടങ്ങി വരുമോ അപ്പോൾ സ്വർഗ്ഗത്തിൽ എപ്പോഴൊക്കെ ഒരു മകൻ ദൈവ ഭവനത്തിലേക്ക് മടങ്ങി വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ സ്വർഗ്ഗത്തിൽ ഒരു നൃത്തമുണ്ടായിട്ടുണ്ട്, ഒരു ആഘോഷമുണ്ടായിട്ടുണ്ട്. ഇതാ സ്വർഗ്ഗം ഞാനിതാ വരുന്നു എന്ന് കർത്താവിനോട് പറയുമ്പോൾ നിന്റെ പേരിൽ സ്വർഗ്ഗം നൃത്തം ചവിട്ടുകയാണ്. യേശുവേ, It's a beautiful time. ഇതൊരു വളരെ മനോഹരമായ സമയമാണ്. It's a beautiful time of restoration. ഓ പുനഃസ്ഥാപനത്തിന്റെ എത്ര മനോഹരമായ സമയം. It's a beautiful comeback time. ഓ ഇത് യേശുവിലേക്ക് മടങ്ങി വരുന്ന ഏറ്റവും മനോഹരമായ സമയം. Hallelujah. ഹല്ലേലൂയ. This is greater than an anointing session. ഇത് ഈ ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഈ സമയമുണ്ടല്ലോ, ഇത് ഒരു അഭിഷേകത്തിന്റെ ഒരു സെഷനേക്കാൾ വലുതാണ്. You're walking back to obedience, and you are walking back to blessings. ദൈവികമായ അനുഗ്രഹത്തിലേക്ക്, ദൈവികമായ കൽപ്പനയിലേക്ക് നിങ്ങൾ ഇതാ മടങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. Shout hallelujah. ഒരു ഹല്ലേലൂയ പറയാമോ? I'm going to show you another man. ഞാൻ നിങ്ങൾക്ക് മറ്റൊരു മനുഷ്യനെ കൂടെ കാണിക്കാം. This is from Exodus chapter number 39. ഇത് പുറപ്പാട് പുസ്തകം 39 അധ്യായത്തിൽ നിന്ന് Verse number 42 and 43. അതിന്റെ 42 അതുപോലെ തന്നെ 43 The Israelites had done all the work just as the Lord had commanded Moses. ഇങ്ങനെ യഹോവ മോശയോട് കൽപ്പിച്ചിരുന്നതുപോലെ ഇസ്രായേൽ മക്കൾ സകല പണിയും പൂർത്തിയാക്കി. Underline, just as the Lord had commanded Moses. അതിൽ 42 വചനത്തിൽ യഹോവ മോശയോട് കൽപ്പിച്ചിരുന്നതുപോലെ എന്ന് പറയുന്ന ഭാഗം അടിവരയിടുക. Verse number 43. ഇനി അതിന്റെ 43 വചനം, Moses inspected the work and saw that they had done it just as the Lord had commanded. So Moses blessed them. മോശെ പണികൾ പരിശോധിച്ചു, യഹോവ കൽപ്പിച്ചതുപോലെ തന്നെ അവർ അത് ചെയ്തിരിക്കുന്നു എന്ന് കണ്ടു. മോശെ അവരെ അനുഗ്രഹിച്ചു. And all the people of God said amen. എല്ലാ ദൈവജനവും പറയാമോ ആമേൻ. Now,
this is about the building of the construction of the tabernacle. ഇത് സമാഗമന കൂടാരം എന്നുള്ള ദൈവിക ആലയത്തിന്റെ പണിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗമാണ്. Look at me. ദയവായി ശ്രദ്ധിക്കാമോ? In the history, people have built a lot of temples. ചരിത്രത്തിൽ ജനങ്ങൾ ഒത്തിരി ആലയങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. But God gave specifications as to how Moses had to build the tabernacle. എന്നാൽ മോശ പണിത ആലയത്തിന് എന്തെല്ലാം പ്രത്യേകതകൾ ഉണ്ടായിരിക്കണം എന്നതിന്റെ എല്ലാ വിവരണങ്ങളും യഹോവയാം ദൈവം മോശയ്ക്ക് നൽകിയിരുന്നു. Look at me, please. ദയവായി എന്നെ ശ്രദ്ധിക്കാമോ? God gave them the length, ദൈവം അതിന്റെ നീളം കൊടുത്തു, the breadth, അതിന്റെ വീതി എത്രയാകണമെന്ന് പറഞ്ഞു, height, അതിന്റെ ഉയരം, the materials to be used, അതിനകത്ത് ഉപയോഗിക്കേണ്ട സാമഗ്രികൾ എന്തൊക്കെയാണ്, the color, അതിന്റെ നിറം എന്തായിരിക്കണം, and the equipments, അതിനകത്ത് ഉണ്ടായിരിക്കേണ്ട ഉപകരണങ്ങൾ and ഏതൊക്കെയായിരിക്കണം, measurement of all equipment, അതിന്റെ ഓരോ ഉപകരണങ്ങളുടെയും സാമഗ്രികളുടെയും അളവുകൾ, every specification the Lord gave to Moses. എല്ലാ പ്രത്യേകതകളും വിവരണങ്ങളും ദൈവം മോശയ്ക്ക് നൽകിയിരുന്നു. And the Bible says, എന്നിട്ട് ബൈബിൾ പറയുന്നു, according to what the Lord had commanded, Moses did everything. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ മോശ ചെയ്തു. That means he did not even change by a millimeter. അതിന്റെ അർത്ഥം ഇതാണ്, ദൈവം കൊടുത്ത അളവ് വിട്ടിട്ട് ഒരു മില്ലിമീറ്റർ അളവിന് പോലും കണിശം വിട്ടില്ല. Hallelujah. ഹല്ലേലൂയ. And Moses finally inspected everything. എന്നിട്ട് ഇപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് മോശ താൻ കൊടുത്ത പോലെ ചെയ്തോ എന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹലോ ദയവായി ശ്രദ്ധിക്കാമോ? That means he took a measuring rod and he started measuring every side of it. ഇപ്പോൾ അതിന്റെ അർത്ഥം ഇതാണ്, ഇപ്പോൾ മോശ ഒരു അളവുകോൽ എടുത്തുകൊണ്ട് ഓരോ ഭാഗത്തായി വെച്ച് നോക്കി അതിന്റെ അളവുകൾ ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. Everything was precise. നോക്കൂ, പണിത് കഴിഞ്ഞിരിക്കുന്ന സകലതും പൂർണ്ണതയിലാണ്. Moses found that everything was built according to the command of the Lord. 42ാമത്തെ വചനത്തിൽ കാണുന്നു, മോശ ദൈവം കൊടുത്തിരിക്കുന്ന അതേ വിവരണത്തിൽ തന്നെ മാതൃകയിൽ തന്നെ പണി പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. So Moses blessed them. ഇപ്പോൾ അതുകൊണ്ട് തന്നെ പണിയിൽ സഹായിച്ച കണിശമായി ചെയ്ത ജനത്തെ ഇപ്പോൾ മോശ അനുഗ്രഹിക്കുകയാണ്. ഹലോ. When they had done everything according to the will of the Lord, blessings came upon the people. ഓർക്കുക, ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് അനുസൃതമായി കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ ഈ വചനത്തിൽ നിന്ന് മനസ്സിലാകുന്ന ജനത്തിന്റെ മേൽ അനുഗ്രഹങ്ങൾ വരികയാണ്. I have discovered something in my life. ഈ ഭാഗത്ത് നിന്ന് ചില കാര്യങ്ങൾ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. From my life experience, I have found something. എന്റെ ജീവിത അനുഭവത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. Without praying, without fasting, without rebuking, without casting out the devil, blessings come simply when we walk in the will of the Lord. ഓർക്കുക, ഒന്നും പ്രാർത്ഥിക്കാതെയും ഉപവസിക്കാതെയും അല്ലെങ്കിൽ എന്താ പറയുക, ശാസിക്കാതെയും പുറത്താക്കാതെയും പിശാചിന്റെ പുറകെ പോകാതെയും ഒക്കെ ജനങ്ങൾ അനുഗ്രഹം പ്രാപിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. എങ്ങനെയെന്നറിയാമോ? ചുമ്മാ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ. Say something to the Lord. ഓ, വിശ്വാസമുണ്ടെങ്കിൽ, അനുഭവമുണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറയാമോ? Blessings will be poured out on you automatically when you live in the love relationship with Jesus. ഓർക്കുക, ദൈവവുമായി യേശുവുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ ഒരുമിച്ച് മുന്നോട്ട് പോകുമ്പോൾ, ദൈവിക കൽപ്പനകൾ അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒന്നും പറയാതെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ പുറകെ വന്നുകൊണ്ടിരിക്കും.
Hallelujah. Hallelujah. No need of 40-day fast. അതിനുവേണ്ടി ഒരു 40 ദിവസത്തിന്റെ ഉപവാസം ആവശ്യമില്ല. No need of 21 days fast. 21 ദിവസത്തെ ഉപവാസത്തിന്റെ ആവശ്യമില്ല. Simply love the Lord and walk in obedience. കർത്താവിനെ ഒന്ന് ചുമ്മാ സ്നേഹിച്ച് അവന്റെ സ്നേഹത്തിൽ ഒന്ന് നടന്നാൽ മതി ദൈവമക്കളെ. And if you are walking in disobedience and fasting for 40 days, that sacrifice God will not accept. ഇനി അനുസരണക്കേട് കാട്ടിയതിനു ശേഷം 40 അല്ല 80 ഉപവാസം ഇരുന്നാലും ആ ഉപവാസത്തിന് ഒരു ഫലവും കിട്ടുകയില്ല. ആ യാഗത്തിൽ ദൈവം പ്രസാദിക്കുകയുമില്ല. ഹല്ലേലൂയ. Bigger hallelujah. ഒരു വലിയ ഹല്ലേലൂയ. This is very simple. ഇത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. Jesus says, if you love me, obey my commands. യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എന്റെ കൽപ്പനകളെ അനുസരിക്കും. Hallelujah. Hallelujah. And you will start experiencing life and blessings. അങ്ങനെ വരുമ്പോൾ ദൈവികമായ ജീവനും ദൈവികമായ അനുഗ്രഹങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാനും ആസ്വദിക്കാനും നമുക്ക് സാധിക്കും. Hallelujah. 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 This life is not at all complicated. നമ്മുടെ ഈ ജീവിതം എന്നുള്ളത് അതൊരിക്കലും ഒരു സങ്കീർണത നിറഞ്ഞതല്ല. Hallelujah. Hallelujah. It's very, very simple. ഇത് വളരെ വളരെ എളുപ്പമുള്ളതാണ്. Just love the Lord. കർത്താവിനെ ഒന്നങ്ങ് ചുമ്മാ സ്നേഹിച്ചാൽ മതി. And as an expression of your love for Him, just obey His command. ഇനി അവനോടുള്ള നിങ്ങളുടെ സ്നേഹത്തെ നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രദർശിപ്പിക്കാൻ സാധിക്കുന്നത്? അവന്റെ കൽപ്പനകളെ അനുസരിച്ച് കാണിക്കുന്നതിലൂടെ. ഈ സമയത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഉള്ളിൽ വിശ്വസിക്കുക, യേശു എനിക്ക് വേണ്ടി ഒരത്ഭുതം പ്രവർത്തിക്കും. വലിയ കർത്താവ്, ഈ സമയത്ത് അങ്ങയുടെ കൈ നീട്ടി രോഗികളെ അങ്ങ് തൊട്ട് സൗഖ്യമാക്കണമേ. മനപ്രയാസത്തിലൂടെ നിരാശയിലൂടെ പോകുന്നവരെ അങ്ങ് തൊട്ട് ആശ്വസിപ്പിച്ച് അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. ഈ സമയത്ത് എല്ലാവിധ മാരക രോഗങ്ങളും സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് HIV പോസിറ്റീവായത്, എയ്ഡ്സ് രോഗം യേശു കർത്താവിൻ്റെ നാമത്തിൽ പൂർണ്ണമായും മാറിപ്പോകട്ടെ. താങ്ക് യു ലോർഡ്. ശരീരത്തിൽ പല സ്ഥലങ്ങളിൽ പഴുപ്പ് ബാധിച്ച ഒരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കാലിൻ്റെ ഉപ്പൂറ്റിയിലും കാൽപാദത്തിലും വല്ലാതെ പഴുപ്പ് ബാധിച്ചിരിക്കുന്ന ചില വ്യക്തികൾ കർത്താവ് ഈ സമയത്ത് അത്ഭുതകരമായി സൗഖ്യമാക്കുക. അതോട് ചേർന്ന് നീരുള്ളൊരു വ്യക്തി ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. താങ്ക് യു ലോർഡ്. അതുപോലെ കഴുത്തിൻ്റെ ഈ ഭാഗത്ത് ഭയങ്കരമായ പെയിനും ചില സമയത്ത് കോളർ ധരിക്കുകയും വല്ലാതെ വിഷമിക്കുന്ന, കുനിയുവാനും നിവരുവാനും ജോലി ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുന്ന ചില വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ചിലരുടെ കണ്ണുകളുടെ കാഴ്ച കർത്താവ് അത്ഭുതകരമായി തിരികെ നൽകുന്നുണ്ട്. അതുപോലെ ഒരു സർജറി വേണമെന്ന് പറഞ്ഞിട്ട് അതോർത്ത് വല്ലാതെ ഭയന്നിരിക്കുക. 2 കാരണങ്ങളാൽ. ഒന്ന്, സർജറി ഭയമാണ്. 2, നിങ്ങളുടെ കയ്യിൽ പണമില്ല. അതുപോലെ പ്രയാസപ്പെടുന്ന ചില വ്യക്തികളെ കർത്താവ് അത്ഭുതകരമായി ഇപ്പോൾ സൗഖ്യമാക്കുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. കർത്താവെ, നിൻ്റെ വിടുതലിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. നാളെയും മറ്റന്നാളും നടക്കുന്ന നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വ്യക്തിപരമായി ഞാൻ നിങ്ങളെ വന്ന് ക്ഷണിക്കുകയാണ്. പ്ലീസ് ഡു കം ആൻഡ് ഗെറ്റ് ബ്ലെസ്ഡ്. മാത്രമല്ല, നിങ്ങൾക്ക് ഈ എപ്പിസോഡുകളിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ തീർച്ചയായും ഞങ്ങളോട് വന്ന് പറയണം. വരുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ആശിഷമാരി എന്ന പുസ്തകം കരസ്ഥമാക്കാൻ മറക്കരുത്. വളരെ 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 ലളിതമായ രീതിയിൽ ഒരു കഥയിലൂടെ ദൈവത്തിൻ്റെ വചനം പഠിക്കുവാനുള്ളൊരു പുസ്തകമാണ് ആശിഷമാരി. അത് കരസ്ഥമാക്കുക. മറ്റുള്ള പല പ്രസിദ്ധീകരണങ്ങളുമുണ്ട്.
ഒത്തിരി സന്ദേശങ്ങളുടെ DVD-കളുണ്ട്. അതെല്ലാം കരസ്ഥമാക്കുക. ഇതിലൂടെ എല്ലാം കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളത്തെ പ്രോഗ്രാം കാണാൻ മറക്കരുത്. ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ചിലരോടെങ്കിലും തിങ്കൾ മുതൽ വെള്ളി വരെ ഇതേ സമയത്ത് ഇതേ ചാനലിൽ ഇങ്ങനൊരു പ്രോഗ്രാം ഉള്ളതായിട്ട് പറയുക. അവരും അനുഗ്രഹിക്കപ്പെടട്ടെ. നമുക്ക് നാളെ വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ. Everybody wants to have success in life. എല്ലാവരും ജീവിതത്തിൽ വിജയമുണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. This is the key. അതുണ്ടാകാനുള്ള താക്കോലാണ് ഞാൻ ഈ പറഞ്ഞു തന്നത്. What is the key? എന്താണ് ഈ താക്കോൽ? ബൈബിൾ അന്യൂലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ചോദ്യം ഇതാണ്: ഇയ്യോബിന്റെ പുസ്തകത്തിൽ പിൽക്കാലത്ത് മുൻകാലത്തേക്കാൾ അനുഗ്രഹം ലഭിച്ചത് ആർക്ക്? Who was blessed in his later days more than his beginnings? Options: A. Job, B. Eliphaz, C. Bildad, D. Zophar. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC or D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. നിങ്ങളുടെ ഉത്തരങ്ങൾക്ക് സമ്മാനങ്ങൾ നൽകുന്നത് OM Books ആണ്.